വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു നെതർ പോർട്ടൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബേസിൽ. സ്റ്റോറേജ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തിരിക്കണേന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി. പിന്നെ ഈ സ്റ്റോറേജിന്റെ ആ സൈഡൊക്കെ നമ്മ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ പുറത്തുള്ള ഡിസൈനുള്ള നമ്മുടെ റെജിമോനാണ് ചെയ്ത് വെച്ചേക്കണത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് റെജിമോനാണ്. അതെ, ഇവിടെ കുറച്ച് ഫ്ലവറിങ് അസേലിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോസും എന്തൊക്കെ ചെയ്തേക്കണം ഇവിടെ. അയ്യോ ക്രീപ്പർ ഓടി. എന്റെ അടുത്ത് സോഡില്ല, നീ അതിനെ കൊന്നേ. എന്റെ ഇല്ല. ഓ സോഡില്ലെന്ന്. എന്റെ സോഡില്ലെന്ന്. പുള്ളിക്ക് നിന്നോടാട്ട ക്രഷ്. നിന്റെ പുറകെ ഓടിയുണ്ട്. ഞാനിവിടെ ഫ്ലവറിങ് അസേലിയുടെ ലീവ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല മാച്ച്. ഇവിടെ മോസ് കാർപ്പറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പഴത്തെ ചെറിയൊരു കൊറേ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഗാർഡൻ പോലെ സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഏരിയ ടെറഫോം ചെയ്തിട്ടുണ്ടായി, അതും റെജിമോൻ തന്നെ ചെയ്ത് വെച്ചത്. കാര്യമില്ല. ലാസ്റ്റ് എപ്പിസോഡിൽ ജസ്റ്റ് പിന്നെ ഈ മോസ് ബ്ലോക്ക് ഞാൻ ഒപ്പിച്ചത് മറ്റേ വാട്ടർ ഇന്റർവ്യൂ നടപടിയുടെ നടപ്പുണ്ടായിരുന്നു. ഒറ്റൊരു ലാമനെ പിടിച്ചിട്ട്. മറ്റേ ലാമെന്തി? മറ്റേ ലാമ അറിഞ്ഞൂടെ അവിടെ പോയി. ഒറ്റൊരു ലാമേ ഉള്ളു അവിടെ. അടിപൊളി. പിന്നെ ഇവിടെ ബാക്കിൽ ചെറുതായിട്ട് വൈൻ ഫാം പോലെ ഉണ്ടാക്കി. വൈൻ ഫാമാ? കാരണം വെറുതെ വെച്ച ഒരെണ്ണം വെച്ചാ ഇപ്പൊ ഫാമായി. പിന്നെ ഇപ്പുറത്തെ സൈഡില് ഒന്നും ചെയ്തിട്ടില്ല. ഇതന്നാ ചെയ്ത ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അതെ, ഇവിടെ ഒരു മഷ്റൂം വെക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഈ ഫ്ലവർ പൊട്ടിച്ചിട്ട്. ഫ്ലവർ തന്നെയല്ലേ മാച്ച്. മഷ്റൂം ഒതുങ്ങി പോവും. ഫംഗസ്. പിന്നെ ഈ പാത്ത് കുറച്ചും കൂടി കഴിഞ്ഞ പ്രാവശ്യം വെച്ച പോലെ അല്ലേ ഇപ്രാവശ്യം പാത്തിനൊരു വ്യത്യാസമുണ്ട്. അതെ അതെ. ഇനി അപ്പൊ നമുക്ക് എന്തായാലും ഒബ്സിഡിയൻ മൈൻ ചെയ്യാൻ പോവാം. നമ്മള് പോർട്ടില് പണിയാൻ പോണതെന്ന് പറയുമ്പോ ഇവിടെയാണ്. നമ്മുടെ റെജിമോൻ ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അന്നേരം ക്യാബിനൊന്ന് മാറ്റി കെട്ടട്ടെ. സോ അപ്പൊ നമ്മുടെ ബിൽഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ബിൽഡ് റിവീൽ നടത്താം അല്ലേ? നമ്മള് ഒട്ടകം വഴി ആണ് ഇങ്ങനെ പോയി കാണാൻ പോണത്. ബിൽഡ് ഒട്ടകത്തിന്റെ തല കീറിക്കണം. സോ അപ്പൊ ഇതാണ് നമ്മുടെ ബിൽഡ് വന്നത്. ഈ ബിൽഡ് കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്. കാര്യം മറ്റേ ലഷ് കേവ് എന്നിട്ടുള്ള ഒരു സാധനം ഇല്ലടാ, എന്റെ പേരെന്തായിരുന്നു? ഗ്ലോബറി 2 സൈഡും വെക്കാനുണ്ട്. പിന്നെ ഈ ലാൻഡേൺ ശരിക്കും പറഞ്ഞാൽ ഒരു ചെയിനിലാണ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ബിൽഡ് കൂടിയേ ബാക്കി വരുന്നുള്ളൂ. ബാക്കി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പോർട്ടൽ ഇഷ്ടപ്പെട്ടോന്ന് കമന്റ് ചെയ്യുക ഗൈസ്. സോ ഗൈസിന് നമുക്ക് പോർട്ടലിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ നമ്മ വലത് കാലം വെച്ച് നമ്മുടെ റെജിമോനെ ആദ്യം കയറ്റി വിടാൻ പോലെയാണ്.
ഞാനിവിടെ പുറത്തുണ്ടാക്കിയ സാധനങ്ങൾ വെച്ചിട്ട് വരാട്ടാ. അയ്യോ ഷീൽഡ് എടുത്തില്ല. അതെന്തേലും ഇല്ല. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കിട്ട് വരാം. നീ അവിടെ സ്കെലിറ്റൻസ് ഉണ്ട്. എനിക്ക് ബിൽഡിംഗ് അറിയാനായി. സോ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ് ഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് അല്ലേ. ഏറ്റവും വൃത്തിയായിട്ട അയ്യോ ലാഗ്. ഹാപ്പി ഗാസിന്റെ തപ്പിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇറങ്ങുന്നത് ഗൈസ്. സോ അപ്പൊ നമ്മൾ ഒന്നുകൂടി നമ്മുടെ പോർട്ടലിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് റെഡി ഫോർ എവരിത്തിങ് ആണ്. എന്താവും ഇതൊരു ഒരു കേവ് പോലത്തെ ഒരു സ്ഥലത്തല്ലേ ഇരിക്കണേ. സോ അപ്പൊ നമ്മള് ഒട്ടാറായ 2 സാധനം ഉള്ളു. ആ കൂടി ഒരെണ്ണം അടുത്ത് ഒട്ടാറായിക്കണേട്ടോ. പക്ഷെ പറയാന്ന്. സോ ഇപ്പൊ നമ്മള് നെതറിലേക്ക് നമ്മ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു സ്കെൽറ്റന്റെ അടിയാണ്. ശരി നമുക്ക് ഇത്തിരി കീറടിക്കല് സീനാന്നറിയാലോ. സോവേസ് ഇവിടെ കുറെ കോഡ്സ് കാണാനുണ്ട്. രണ്ടിന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. റെജിമോൻ എവിടെ? ക്രൗച്ച് ചെയ്തപ്പോ ഞാനൊരു നിമിഷം പേടിച്ച്. കാര്യം ഇത് ലൊക്കേറ്റർ ബാർ കാണിക്കാനുള്ള നിന്നെയും കാണിക്കാനുള്ള. ഇവിടെ ഒരു വഴിയുണ്ട് ബാക്കിലോട്ട്. ആ ഇതൊരു കുഴിയാട്ടാ. കുഴിക്കാനുള്ള പിക്കാക്സ് എന്റെ കയ്യില. ആണ്ടാക്കാം. അത് പ്രതീക്ഷ കൊണ്ട് വുഡ് എടുത്തായിരുന്നു. എടാ അത് മറ്റേ ശവലം കൊണ്ടാ പൊട്ടിക്കണ്ടേ. അയ്യോ നോക്കി എടാ അത് ലാവയടാ. നമ്മ വലിയ ഹൈറ്റിലാട്ടാ നിക്കണ. പോയി കഴിഞ്ഞാ പൊടി പോലും കിട്ടൂല. നീ വേണമെങ്കിൽ ഡെർട്ട് പൊട്ടിച്ചു നോക്ക് നമ്മ മോളിൽ എത്തിയിട്ട്. നന്നായിട്ടാ നേരെ കുഴിക്കാൻ. കേറി വാടാ. പിക്കാക്സിലല്ലേ. ഇതുവഴി വരും ഇതുവഴി വരും. എന്നാ പൊട്ടാ ബാക്കിൽ കൂടി വാടാ. അവിടെ വഴി ഉണ്ടാക്കിട്ട് നീ എങ്ങോട്ട് പോണേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ വല്ല കുഴിച്ചു നോക്കാം. സോ ഗൈസ് അപ്പൊ നമ്മള് നെതർ പോർട്ടില് കേറി നോക്കിയിട്ടുണ്ടായി. അത് നമ്മളെ ഏതൊരു വലിയ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് സ്പോൺ ആയേക്കണ പോർട്ടില്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പെട്ട അവസ്ഥയിലാണ് നിൽക്കണത്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കാര്യം ഏത് സൈഡിലേക്ക് പോയാലും ലാവ ആണ്. പിന്നെ താഴത്തേക്ക് ബ്രിഡ്ജ് ചെയ്ത് ഇറങ്ങാനായിട്ടും വലിയ വഴിയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് നമ്മള് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്യണത് ഗൈസ്. ഇന്നത്തേക്ക് വീഡിയോ നിർത്തി. ഇനി നാളെ ഷൂട്ട് ചെയ്യണം ബാക്കി. അതെ നിങ്ങൾക്ക് ഇതൊരൊറ്റ വീഡിയോ ആയിരിക്കും കാണുന്നത്.
പക്ഷേ ഡേ 1 ആണ്. ഡേ 2 ആയിരിക്കും ഇനി ബാക്കി ചെയ്യാൻ പോണ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ സ്കെൽറ്റൻ ഫാമിന്റെ അവിടത്തെ പോർട്ടലും ഈ പോർട്ടലും ഒന്ന് ലിങ്ക് ചെയ്യണം. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ വീഡിയോ എന്ത് ചെയ്യും ഗൈസ്. ഈ പോർട്ടല് നമ്മുടെ റെജിമോൻ നെതറിലെ പോർട്ടലിൽ നിന്ന് അടിച്ചു പൊട്ടിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി കയറി നോക്കാൻ പോണെയാണ്. കാര്യം നമുക്കിപ്പോ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. കാര്യം അവിടെ നമുക്ക് ഇനി വഴി കണ്ടുപിടിക്കാന്നുള്ള ചടങ്ങാണ്. ഇപ്പൊ റെജിമോൻ ഹലോ, പറഞ്ഞോ. നമുക്ക് വേറെ വഴിയില്ല. അപ്പൊ ഈ ഒരു ഐഡിയ സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെയ്തു നോക്കാം എന്തായാലും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ഐഡിയാണ്. ബോൺ മീൽ ഫാമിന്റെ അവിടെ നിന്നോ പരിപാടി ഉണ്ട്. അത് ഗോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. എന്ന് പറയുമ്പോ നമ്മുടെ സ്പോണറിന്റെ അവിടെ നമ്മളൊരു പോർട്ടൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. നമ്മൾ അന്നാ ലൈറ്റ് ചെയ്തിട്ടുണ്ടായില്ല. നമ്മളപ്പോ സ്പോണറിന്റെ അവിടെ പോയി നമ്മൾ അവിടെ നിന്ന് ലൈറ്റ് ചെയ്തിട്ട് ആ പോർട്ടലിൽ കയറിയിട്ട് ആ പോർട്ടലിൽ നിന്ന് നമ്മുടെ ഈ പോർട്ടലിലേക്ക് വരണം. ഇതിപ്പോ നിങ്ങക്ക് മനസ്സിലായോന്നറിയില്ല. എനിക്ക് ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുള്ളൂ. റജിമോന് മനസ്സിലായ? എനിക്ക് മനസ്സിലായി ഏകദേശം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവിടത്തെ പോർട്ടൽ വഴി കയറിയിട്ട് ഈ പോർട്ടലിന്റെ അടുത്തേക്ക് വരിക. മനസ്സിലായ? പോർട്ടലിന്റെ ഡേ 2 ആണ്. ഇപ്പൊ നമ്മള് നമ്മുടെ സ്പോണറിന്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനി ലൈറ്റ് അപ്പ് ചെയ്ത് കേറിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പോവാണ് ഗൈസ്. കേറല്ലേ? ഞാൻ പോർട്ടൽ പൊട്ടിച്ചിട്ട് 2 എണ്ണം സ്പോൺ ആയത് അവിടെ തന്നെ വന്നത്. ഇറങ്ങാൻ പറ്റുള്ള ഓട്ടോമാറ്റിക് ലിങ്ക് ആയത്. അയ്യോ ചത്തി 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 ചത്തി. ഡയമണ്ട് പിക്കാക്സ് പോയി കിട്ടി. ഇതൊക്കെ നോക്കി ചെയ്യണ്ടടാ. എടാ നീ ആ തോടെ എന്നാലും അടച്ചു ചെയ്യണം. ഇല്ല, ഞാനെങ്ങനെ നടക്കാനാ? ഞാൻ ചാടിച്ചെത്തിയില്ലേ. നീ ആ തൊളയെ കൂടി തന്നെ ചാവണം. സോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എന്തായാലും ഇത്രയും വരുള്ളൂ. ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ അവിടെ ചത്ത് എന്റെ ഡയമണ്ട് പിക്കാക്സും വേൾഡ് ഡയമണ്ട് പിക്കാക്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. എന്തായാലും അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ഗൈസ്. വല്ലതും പറയണ്ട? ഇല്ല. എന്നാ ബൈ.